ഭയങ്കരമായിട്ട് ബ്രൈറ്റായി. ഏതെന്ന് എനിക്ക് തോന്നാനുള്ള ഇതാണ് പറഞ്ഞു മണത്തുള്ളി കേന്ദ്രത്തിലെ കൊച്ചിങ്ങ. ശരി കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് ലിപ്സ്റ്റിക്ക് റിവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ രണ്ടുപേരുടെയും കളക്ഷനിലുള്ള ലിപ്സ്റ്റിക്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ രണ്ടുപേർക്കും ഉള്ളത് ബ്രൗൺ സ്കിന്നാണ്, പക്ഷെ ചെറിയ ഡിഫറൻസ് ഉണ്ട്, കളർ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ രണ്ടുപേരും ബ്രൗൺ സ്കിൻ ടോൺ ആണ്. പിന്നെ ലിപ്സിന്റെ പിഗ്മെന്റേഷനിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മുടെ രണ്ടുപേരുടെയും ലിപ്സ്റ്റിക്സ് നമ്മൾ രണ്ടുപേരും ട്രൈ ചെയ്യും. എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയായിരിക്കും ഇപ്പൊ ഈ ബ്രൗൺ സ്കിന്നിന് ചേരുന്ന ലിപ്സ്റ്റിക് ഏതാന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇട്ട് കാണിക്കുന്നതിന് മുന്നേ നമ്മുടെ കയ്യിലുള്ള ലിപ്സ്റ്റിക്സ് ഏതൊക്കെയാന്ന് കാണിക്കാം. ഇതെല്ലാം നമ്മൾ ട്രൈ ചെയ്യാം രണ്ടുപേരുടെയും സ്കിൻ ടോണിൽ. ചെയ്താലോ? ചെയ്യാം. Let's start with extra. Maybelline വിനൈലിന്റെ 130 ഷെയ്ഡ് എക്സ്ട്രാ. അടിപൊളി ഗൈസ്. അപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന എക്സ്ട്രാ ഷെയ്ഡാണ് മെബിലിൻ്റെ. ഫസ്റ്റ് ഇടാൻ നേരത്തെ നമുക്കൊരു ഗ്ലോസി ടൈപ്പാണ്, പിന്നീട് അതങ്ങോട്ട് പോവും. പിന്നീടുള്ളൊരു മാറ്റവും. ഓക്കെ, ഞാനും ഇട്ടു. കണ്ടോ, നമ്മുടെ രണ്ടുപേരുടെയും ഫേസിൽ രണ്ട് കളറാണ് വന്നിരിക്കുന്നത്. നിനക്ക് കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡ്, എനിക്ക് കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു പീച്ച് കളറാണ്. ശരിക്കും ഇതിൽ കുറച്ച് ഡാർക്ക് ആയിട്ടാണ് വരുന്നത്, പക്ഷെ നമ്മൾ ലിപ്സിൽ ഇടുമ്പോൾ കുറച്ച് പീച്ച് ഷെയ്ഡാണ് വരുന്നത്. എനിക്ക് അത്ര ഇഷ്ടമില്ല. നിനക്ക് കുഴപ്പമില്ല, നിനക്ക് കുഴപ്പമില്ല. ആക്ച്വലി ഞാൻ ഇത് നല്ല റിവ്യൂ നോക്കിയിട്ടാണ് നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ അനുസരിച്ചാണ് ഞാൻ നോക്കിയത്. പക്ഷെ കിട്ടിക്കഴിഞ്ഞ് എനിക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഞാൻ ഉദ്ദേശിച്ച ബ്രൗൺ ആയിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നിനക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ചേരുന്നുണ്ടെന്ന്. കുഴപ്പമില്ല, പക്ഷെ അത്ര ഇഷ്ടമായില്ല അല്ലേ. അപ്പം നമ്മൾ ഇപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ റിമൂവ് ചെയ്തു. നെക്സ്റ്റ് ലിപ്സ്റ്റിക് ട്രൈ ചെയ്യാൻ പോവാം. നെക്സ്റ്റ് നമുക്ക് മേബിളിൻ്റെ തന്നെ ഇത് ട്രൈ ചെയ്യാം. വിനൈൽ ഇങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ലിപ്പി ഷെയ്ഡ്. നമ്മൾ നേരത്തെ ട്രൈ ചെയ്ത് എക്സ്ട്രാ ആയിരുന്നു. ലിപ്പി ട്രൈ ഒരു പീച്ച് കളർ പോലെയാണത്. ഇതിപ്പോ കാണുമ്പോൾ കുറച്ച് പീച്ച് ഷെയ്ഡാണ്, പക്ഷെ ഇടുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം കേട്ടോ. ഇതിപ്പോ മറ്റേതുപോലെ തന്നെയാണോ എനിക്ക് തോന്നുന്നത്. അയ്യോ സൂപ്പർ. നമ്മൾ രണ്ടുപേരും ചുണ്ട് വേറെ വേറെ കളർ. ഓക്കെ, എനിക്കിപ്പം അറിയില്ല, പക്ഷെ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇത് കുറച്ചൊരു ഓറഞ്ച് ഷെയ്ഡ് പീച്ച് ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. പക്ഷെ നമ്മൾ നോർമലി ഒരു ഡേ ലൈറ്റിലേക്ക് ഇടുമ്പോൾ കുറച്ചൊരു പിങ്ക് ഷെയ്ഡ് വരുന്നതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ചേച്ചിയുടെ കുറച്ച് ലൈറ്റ് കുറച്ച് ഓറഞ്ച് ഷെയ്ഡ് ഇതിലാ വരുന്നത്. പൊതുവെ കളർ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ഗ്ലോസ് വരുന്ന സമയത്ത് നല്ലതാ, പക്ഷെ അത് ഗ്ലോസ് പോയി കഴിയുമ്പോൾ ഒരു സുഖമില്ല. പിന്നെ ഇത് അധികം സ്റ്റേ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഇതൊക്കെ ഓഫീസിൽ പോകുമ്പോൾ ഇടാറുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നാറ്. എനിക്ക് ഭയങ്കര ഒരു സൂപ്പർ സ്റ്റേ അങ്ങനത്തെ എഫക്റ്റ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. നിനക്ക് എങ്ങനെയുണ്ട് എക്സ്ട്രാ യൂസ് ചെയ്തിട്ട്? ഞാൻ എക്സ്ട്രാ മേടിച്ച് വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്തില്ല, കളർ ഇഷ്ടപ്പെടാത്തതുകൊണ്ട്. അതെ. ഓക്കെ, അപ്പം അടുത്ത് ട്രൈ ചെയ്യാം. സോ നമ്മൾ വീണ്ടും റിമൂവ് ചെയ്തു. ഇപ്പോൾ ഇവളിട്ടേക്കുന്ന വെറ്റ് ആൻഡ് വൈൽഡ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ, ഓക്കെ, ഇതൊരു നമ്പറാണ്, ഗീവ് മീ മോച്ച. ഒരു നമ്പറും ഉണ്ട്. ഗീവ് മീ മോച്ച എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ്. ലൈക്ക് അവളുടെ ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ന്യൂഡ് ഷെയ്ഡ് വേണമായിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അവളുടെ അടുത്ത് നല്ല ഷെയ്ഡാന്ന് പറഞ്ഞപ്പോൾ അവളൊരു ദിവസം വാങ്ങിച്ചിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് ഇതാണ്. കാരണം എനിക്ക് ഓഫീസിൽ പോകുമ്പം ഒരു ലൈറ്റ് ഷെയ്ഡ് അല്ല, ഒരു ന്യൂഡ് ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്ക് വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം. എനിക്ക് തോന്നുന്നു ഇത് അങ്ങനത്തെ ഒരു സംഭവം. കാരണം ഓഫീസിൽ പോകുമ്പോൾ ഞാനിത് യൂസ് ചെയ്യും. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴും കംപ്ലീറ്റ് ആയിട്ടൊന്നും പോയില്ല, ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കണം. എന്നാലും ഇറ്റ്സ് ഗുഡ്. ഞാൻ ഇട്ട് കാണിക്കാം. അവൾ ഓൾറെഡി ഇട്ടു, നീ കാണിച്ചു കൊടുക്ക്.
ശരിക്കും ഒരു ന്യൂഡ് ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അത്ര ഇഷ്ടമായില്ല. നിനക്ക് കുറച്ചുകൂടെ ഡാർക്ക് കളറാണ് ഇഷ്ടം? കുറച്ച് ബ്രൗണിഷ് കളർ ഇഷ്ടം. അപ്പോൾ ഫേസ് കുറച്ച് ബ്രൈറ്റ് ആവും. ആ, അത് കറക്റ്റാണ്. നമുക്ക് വേറെ മേക്കപ്പ് ഒന്നും ചെയ്തില്ലെങ്കിലും ആ ലിപ്സ്റ്റിക്കോടെ നമ്മുടെ ഫേസ് കുറച്ച് ബ്രൈറ്റ് ആകുമ്പോൾ നല്ലതാണ്. ചേച്ചിക്ക് മാച്ചാ? എനിക്ക് നിനക്കും മാച്ചായിട്ടാണ് തോന്നുന്നത്. കണ്ടോ, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവള് പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ഇടുമ്പോഴാണ്, ഐ മീൻ ഒരു കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളർ ഇടുമ്പോഴാണ് നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആവുന്നത്. ഭയങ്കര റെഡൊക്കെ അത് എനിക്കിഷ്ടമാണ് റെഡൊക്കെ ഇടുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും റെഡ് ഇട്ട് ഓഫീസിൽ പോകുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഞാൻ കുറച്ച് ഓവറായിട്ടാണോ പോകുന്നത്. കാരണം ബാക്കിയുള്ളവരാരും അങ്ങനെ ഇട്ട് കണ്ടിട്ടില്ല. അപ്പം എനിക്ക് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഓക്കെ കുറച്ച് ന്യൂഡായിട്ടുള്ളൊരു കളർ എനിക്ക് ട്രൈ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായി. ഈ ഓഫീസിൽ പോണവർക്ക് അല്ലാണ്ട് പുറത്ത് പോണവർക്കൊക്കെ ലൈറ്റ് ആയിരിക്കും പിന്നെയും നല്ലത്. ഫംഗ്ഷനൊക്കെയാണ് കുറച്ചും കൂടി. എല്ലാ ദിവസവും ബ്രൈറ്റ് ആയിട്ട് ഇടുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇടയ്ക്ക് വന്നിട്ട് ലൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ന്യൂഡ് ഷെയ്ഡ് ട്രൈ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ കുറേ അങ്ങനെ നോക്കി നടന്നു. ഇപ്പം ഈ പറഞ്ഞ ഈ വിനൈലിൻ്റെയും സൂപ്പർ സ്റ്റേ ഈ സംഭവം ലൈറ്റാണ് നല്ലതാണെന്ന് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. പക്ഷെ എനിക്കിത് വന്നപ്പം ഇത് ലൈറ്റാണ്, പക്ഷെ മേ ബി എൻ്റെ ലിപ്സിൻ്റെ പിഗ്മെൻറ്റേഷൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ സ്കിൻ ടോണിൻ്റെ ആണെന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പക്ഷെ ഞാനിത് യൂസ് ചെയ്യാറുണ്ട് സ്റ്റിൽ. പക്ഷെ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് എൻ്റെ കറന്റ് ഫേവറേറ്റ്. നിനക്കും എനിക്ക് നന്നായിട്ട് തോന്നി. ഇപ്പോൾ ഒരു ന്യൂഡ് ഷെയ്ഡ് നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് നിനക്ക് ഇത് ഓപ്റ്റ് ചെയ്യാം. പക്ഷെ ഇതും നമ്മൾ ഇടുമ്പോൾ ഭയങ്കര ഗ്ലോസി പോലെയാണ്. പക്ഷെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കുറച്ച് ഉണങ്ങി കഴിയുമ്പോൾ ഒരു മാറ്റ് എഫക്റ്റ് വരും. ഇത് അത്യാവശ്യം സ്റ്റേയിങ്ങും ആണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനിങ്ങനെ ഒരു ദിവസം പുറത്ത് പോയപ്പോൾ ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇത് പോയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പോയിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് അത്യാവശ്യം സ്റ്റേയിങ് ആണ്. പിന്നെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഫോട്ടോ എടുക്കാം. നമ്മളത് റിമൂവ് ചെയ്തേ. പക്ഷെ റിമൂവ് ചെയ്യാൻ ഏറ്റവും പാട് ഇതായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല അത് കുറച്ചും കൂടെ സ്റ്റേ ചെയ്യുന്ന ഒരു ടൈപ്പ് ലിപ്സ്റ്റിക് ആണെന്ന്. അടുത്ത ഏതാ ട്രൈ ചെയ്യണ്ടേ? ഇത് ലാക്മേയുടെ ലിപ്സ്റ്റിക് ആണ്. എഴുതിയിരിക്കുന്നത് ഇത് എൻ്റെ അല്ല, ഇത് ഇവളുടെയാണ്, അലിൻ്റെയാണ്. പ്രൈമിങ് മാറ്റ് ലിപ്സ്റ്റിക് എന്നാണ് കേട്ടോ ഇതിനകത്ത് എഴുതിയിരിക്കണേ. കളറ് ഓക്കെ സാംഗ്രിയ വീക്കെൻഡ് MN3 സാംഗ്രിയ വീക്കെൻഡ് എന്നാണ്. ഞാൻ ഇതിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ സ്ക്രീനിൽ ഇടാം, നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. നമുക്കിത് ട്രൈ ചെയ്യാം. ഇത് കുറച്ച് ഡാർക്ക് ലിപ്സ്റ്റിക് ആട്ടോ. ഇപ്പോൾ ഇവള് പറഞ്ഞ പോലെ നമ്മുടെ ഫേസ് ഒക്കെ ബ്രൈറ്റ് ആക്കുന്ന ടൈപ്പ് ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ ആദ്യം ഇടാം. ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഭയങ്കര സുഖം ഇടാൻ. ഭയങ്കര ഭയങ്കര ഡാർക്കാണ് കേട്ടോ. അലിന് പിന്നെ ലിപ്സ്റ്റിക് ഇട്ടാൽ നല്ല രസം. അതിൻ്റെ ലിപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം, നല്ല വലിപ്പമുള്ള ലിപ്സ്. എൻ്റെ ലിപ്സ് ഭയങ്കര ചെറുതാണ്. അപ്പം എനിക്ക് ലിപ്സ്റ്റിക് ഇടുമ്പോൾ അത്ര ഇഷ്ടമാവാറില്ല. ലിപ് ലൈനർ വേണമെങ്കിൽ വരയ്ക്കാം. ലിപ് ലൈനർ വേണം ശരിക്കും. നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ലിപ് ലൈനർ വെച്ചിട്ട് ഇടുന്നതാണ് നല്ലത്. അതിന് കുറച്ചുകൂടെ ഫിനിഷിങ് കിട്ടും. ഇത്ര നിന്ന് വ്യത്യാസം ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ ഇത് കുറച്ചും കൂടി ഫേസ് നല്ല ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇപ്പം ഇത്രയും നമ്മൾ ലിപ്സ്റ്റിക് ട്രൈ ചെയ്തതിൽ ഈ ലിപ്സ്റ്റിക് ഇട്ടപ്പോഴാണ് നമ്മുടെ രണ്ടെണ്ണം ഫേസ് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയത്. കുറച്ചുകൂടെ ക്ലോസപ്പ് കാണിച്ചതനുസരിച്ച്. പക്ഷെ നമ്മുടെ രണ്ടുപേരും ലിപ്സിൽ ഇത് വേറെ കളറാണ്. വേറെ വേറെയാ, നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഇത് രണ്ടുപേർക്കും ചേരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇത് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് പോകുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ന്യൂഡ് ഷെയ്ഡ് അല്ല ഇത്. നമുക്ക് മാച്ചിങ് ആണ്, പക്ഷെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഇത് കൂടുതൽ എടുത്ത് കാണിക്കുന്നത്. നമ്മൾ മറ്റേ ഈ പെയിന്റ് കളയുന്ന റിമൂവർ വെച്ചിട്ട് ആ കണ്ണടി ഇടാൻ ഇത്ര പാടില്ല തോന്നുന്നു. ഞങ്ങൾ ഈ വീഡിയോ എടുക്കാൻ വിചാരിച്ചതായിരുന്നു, പക്ഷെ ഒട്ടും അതിന് പ്രിപ്പയർഡ് അല്ലായിരുന്നു. നമ്മളൊരു മേക്കപ്പ് റിമൂവർ പോലും ഇല്ലാതെയാണ് വന്നേക്കുന്നത്. ഇപ്പൊ ടിഷ്യൂവും കുറച്ച് വെളിച്ചെണ്ണയും വെച്ച് ഒരച്ചൊരച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക.
ഇത് എൻ്റെ ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ കളർ വന്നിട്ട് ബ്രൂണട്ട് 20. ഇതിനകത്ത് ഇപ്പം എൻ്റെ ക്യാപ്പിൽ കാണുമ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സാക്ട്ലി ഇത് തന്നെയാണ് ഈ ലിപ്സ്റ്റിക്കിന്റെ കളറും. പക്ഷെ നല്ല ഇങ്ങനെ ഒരു ക്രയോൺ മോഡലിലാണ് വരുന്നത്. എനിക്ക് ഈ ലിപ്സ്റ്റിക്കിനോട് ചെറിയൊരു ഡിസ്കംഫർട്ട് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ക്രയോൺ ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോന്നറിയില്ല. എനിക്കിങ്ങനെ ഭയങ്കര ഇപ്പൊ കുറച്ച് മുന്നത്തെ ലാക്മേ ട്രൈ ചെയ്തപ്പോൾ ഭയങ്കര ബട്ടറി സ്മൂത്ത്. അപ്പൊ നമ്മൾ ഇടുമ്പോൾ തന്നെ ഭയങ്കര എളുപ്പമാണ് ഇത് ഇടാൻ. ഇതെന്ന് വെച്ചാൽ ക്രയോൺ ആയതുകൊണ്ട് കുറച്ച് ഡ്രൈ ആണ്. അപ്പൊ നമ്മൾ കുറച്ച് ലിപ് ബാം ഒക്കെ ഇട്ടിട്ട് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ആക്ച്വലി റേറ്റും കൂടി പറഞ്ഞേക്കാം. അതെ, ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വെറ്റ് ആൻഡ് വൈൽഡിന് ലിപ്സ്റ്റിക് കിട്ടണതിന് മുന്നേ ഞാൻ ഓഫീസിൽ ഇട്ടുകൊണ്ടിരുന്ന വേറൊരു ലിപ്സ്റ്റിക് ഇതായിരുന്നു. ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക് ആയിരുന്നു. അപ്പം എനിക്കിഷ്ടമാണ് ഇത് ഇട്ടിട്ട് ഞാൻ പോകുമ്പോൾ എനിക്കിഷ്ടമാണ്. ഇപ്പം അപ്പോൾ ഇങ്ങനെയാണിത്. ഫേസ് ഭയങ്കരമായിട്ട് ബ്രൈറ്റായി. ഇഷ്ടപ്പെട്ടോ? ഇത് നല്ലതാ. പക്ഷെ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഇതിപ്പോൾ നമ്മളൊരു ലൈറ്റിന്റെ താഴെ ഇരുന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഒരു ഡേ ലൈറ്റിലേക്ക് വരുമ്പോൾ ഇത് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിരിക്കും. പക്ഷെ നല്ലതാണ്. ഇപ്പം ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ നല്ലോണം ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തിട്ട് ഈ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നൈറ്റ് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നല്ലതായിരിക്കും. ഫൗണ്ടേഷനും വേണ്ട, ഒന്നും വേണ്ട. ഇപ്പൊ നമ്മളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. മേക്കപ്പോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ രണ്ടുപേരും കുളിച്ച് വന്നിട്ട് ഒരു പൊട്ട് മാത്രം ഇട്ടിട്ടുണ്ട്. ഭയങ്കര ഫേസ് ഇങ്ങനെ ഭയങ്കര എന്താ പറയുക റോ ആയിട്ടിരിക്കണ കണ്ടപ്പോൾ നമ്മളൊരു പൊട്ട് മാത്രം കുത്തി, വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ആക്ച്വലി നല്ലതാണ്. ഫോട്ടോ എടുത്താലോ? നമ്മുടെ ടിഷ്യൂ പേപ്പറിന്റെ അവസ്ഥ കാണും ഗൈസ്. ചേച്ചിയുടെ പിന്നെയും മെനയുണ്ട്. ഇതിനെ ഞാൻ പതിച്ചെടുത്ത് നമുക്ക് വേറെ എടുക്കാം. അതാ നല്ലത്. ഓക്കെ, അത് പെട്ടെന്ന് പോയിട്ടോ. ആ ലിപ്സ്റ്റിക്ക് എനിക്ക് തോന്നുന്നു അത് ഒട്ടും സ്റ്റേയിങ് അല്ലാത്തൊരു ടൈപ്പ് ലിപ്സ്റ്റിക് ആണെന്ന്. ഫേസസ് കാനഡയുടെ. നെക്സ്റ്റ് മാസിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് ആക്ച്വലി ഭയങ്കര വിലയില്ല. ഇത് എനിക്ക് ഇവളാണ് വാങ്ങി തന്നത്. ഇവള് ഒരു ദിവസം വാങ്ങിയിട്ട് ഇവിടെ ഉള്ള സമയത്ത് ഇങ്ങോട്ടേക്ക് വരുത്തിച്ചു. അപ്പൊ നമ്മൾ എല്ലാരും ട്രൈ ചെയ്തപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇവള് വാങ്ങിച്ചത് ഞാൻ എടുത്തിട്ട് ഇവള് വേറെ ബ്രൗണിഷ് ഷെയ്ഡാ ഓർഡർ ചെയ്തു. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ഇതും 300 താഴെ 200 സംതിങ് ആയിരുന്നു ഇതിന്. ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഡാർക്ക് കളറാണ്. ഡെയിലി യൂസ് ചെയ്യാനും ഡെയിലി യൂസിനുള്ള പക്ഷെ കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ്. കണ്ണാടി എടുക്കാമോ? ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഡാർക്ക് കളറാണ്. ഒരു ഫേസ് കുറച്ച് ബ്രൈറ്റ് ആവുന്നുണ്ട്. അപ്പം ഇതും ബേസിക്കലി ഇതും ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക്കും ഒക്കെ ഒരേപോലത്തെ ഷെയ്ഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആദ്യം നമ്മളിട്ട ഇതും ഈ ലാക്മേയുടെ ഇതും ഫേസസ് കാനഡയുടെ ഇതും എല്ലാം ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോണിനും പറ്റുന്ന ഒരു ഷെയ്ഡാണ്. പക്ഷെ നമ്മളിങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും, ഓ ഭയങ്കര ലിപ്സ്റ്റിക് ഇട്ടിട്ടാണല്ലോ വന്നേക്കണം. അങ്ങനെ എടുത്ത് കാണിക്കുന്ന ഒരു ടൈപ്പ് കളറാണ്. ഷെയ്ഡ് പറഞ്ഞായിരുന്നോ? ഷെയ്ഡ് ഇല്ല. 12 ആണ് ഇതിന്റെ ഷെയ്ഡ്. ഇതും അങ്ങനെ പോണ ടൈപ്പ് അല്ല, സിൻഫുൾ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. സിൻഫുൾ മാസിന്റെ ആണ്. സൂപ്പർ സ്റ്റേ സിൻഫുൾ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. ആക്ച്വലി ഇത് നല്ലതാ. ഇതാവും പക്ഷെ നല്ലോണം പോകുന്നുണ്ട്. പക്ഷെ പോയാലും ചുണ്ടി നിന്നത് ആവുന്നില്ല. അത് നമ്മൾ അത്ര ഇട്ടിട്ടുള്ളത് കൊണ്ടല്ലേ. ആക്ച്വലി ഇതിപ്പോ ലൈറ്റ് ആയിട്ട് നമ്മൾ ഡാബ് ചെയ്തപ്പോഴത്തേക്ക് തന്നെ ഇത് പോന്നു. ആക്ച്വലി കുറച്ച് കഴിയുമ്പോൾ ചുണ്ട് നല്ല രസമായിരിക്കും കാണാൻ. ഇപ്പോഴും ഇവിടെയൊക്കെ ചുമ തുടങ്ങി തോന്നുന്നു. ഇനി ഏതാ ഷുഗർ അത് കാണിച്ചു കൊടുത്തു. നീ പറഞ്ഞു ഇത് ഇവളുടെ ലിപ്സ്റ്റിക് ആണ്. ഇപ്പൊ ഇവളാണ് പറയാൻ പോണേ. ഇത് ഷുഗറിന്റെ ലിപ്സ്റ്റിക് ആണ്. ഇതിപ്പോ ഇറങ്ങിയ
പുതുതായിട്ട് ഇറങ്ങിയതാ? പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതോ. നീ ഉപയോഗിച്ചിട്ടില്ല? ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ എന്തോ എഴുതിയിട്ടുണ്ട്, ഡ്രോപ്പ് എ ടിൻറ്റ് ലിപ് ഓയിൽ ഫ്രഞ്ച് ഫുഷിയ എന്നാണോ പറയാ, എനിക്കറിയില്ല കേട്ടോ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. ഇതും ഒരു ലിപ് ഗ്ലോസ് ടൈപ്പ് ആണ്. ഇടുന്ന സമയത്ത് ലോങ് ലാസ്റ്റിക് ആണ്. 24 hours ലോങ് ലാസ്റ്റിക്. ഇതിന്റെ കളറൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ്. ഇതുവരെ ഇട്ട പോലത്തെ കളറല്ല. നീ അതിന് പാക്കിങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബ്ലാക്കും അല്ല, നീ ആദ്യം ഇട്ടു. നമ്മൾ ഇങ്ങനത്തെ ലിപ്സ്റ്റിക് ഇടുമ്പോൾ നല്ലോണം ഷേക്ക് ചെയ്തിടുക. ഞാൻ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഷേക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ഷേക്ക് ചെയ്യണമെന്നാണ്. നല്ലോണം ഷേക്ക് ചെയ്തിടുമ്പോൾ ചിലപ്പോൾ അതിന്റെ പിടിച്ചു, ഐ മീൻ മരവിച്ചു. എന്റെ ആങ്ങേ, ഇതെല്ലാം ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് ഈ കളർ നിൽക്കണേ. നീ ഇത് ആദ്യമായിട്ട് ഇടുന്നേ? അല്ല, ഇത് ആദ്യമായിട്ടല്ല സത്യമായിട്ട് ഇടുന്നത്. ഭയങ്കര ഭയങ്കര ഡാർക്ക് പിങ്ക് അല്ലേ ആ കളർ. പക്ഷെ നല്ലതാണ്, നമ്മളൊരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റും. ഇങ്ങനത്തെ ഒരു ഡാർക്ക് പിങ്ക് എൻ്റെ ഇല്ല, അതുകൊണ്ടായിരുന്നു എടുത്തത്. നോക്കട്ടെ. സത്യം പറഞ്ഞാൽ ഐ തിങ്ക് വീഡിയോയിലൊരു റെഡിഷ് ടിൻ്റാണ് വരുന്നത്, പക്ഷെ ഒരു പിങ്ക് കളർ. നീ അടുത്ത് കാണിക്കുമ്പോൾ ആ പിങ്ക് കളർ വരും, കണ്ടോ? ശരിക്കും ഇതൊരു പിങ്ക് കളറാണ്. അപ്പൊ നമുക്ക് ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ. കണ്ണടി തരൂ. ലിപ് ഗ്ലോസ് ഇല്ലാതെ എന്നെ നോക്ക്, ഭയങ്കര പോലെ ഇരിക്കണം എന്റെ ഫേസ്. പക്ഷെ ലിപ്സ്റ്റിക് ഇടുമ്പോ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഫേസ് ബ്രൈറ്റ് ആവും. നമുക്കൊരു പനി വന്നിട്ട് നമ്മൾ ആ ലിപ്സ്റ്റിക് ഇടുമ്പോൾ പോലും നമുക്ക് പനി തോന്നിക്കില്ല. കാരണം എനിക്ക് അനുഭവം ഉണ്ട്. പിടിക്കുമോ? ആ ഒരു ഗ്ലോസ് തരുന്നുണ്ടോ? ആ ഗ്ലോസ് പോകുമ്പോൾ ഇടയ്ക്കൊരു ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ ഗ്ലോസ് നേരത്തെ ഗ്ലോസ് ഒക്കെ ഉള്ളത് പെട്ടെന്ന് വലിയായിരുന്നു. ഇത് വലിയുന്നില്ല, കണ്ടോ? ഒരു പിങ്ക് റെഡ്. പിങ്ക് എന്റെ ചുണ്ടിൽ ഇത് റെഡ് പോലെ തോന്നുന്നുണ്ട്. നിന്റെ ചുണ്ടിൽ കുറച്ചുകൂടെ പിങ്ക് ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ നല്ലതാ. നമുക്കൊരു പാർട്ടിക്കൊക്കെ, നൈറ്റ് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ സെറ്റാ പോവാൻ. ഗ്ലോസ് നല്ലോണം ഇരിക്കുന്നുണ്ട്, കണ്ടോ? ശരിയാ, ഗ്ലോസ് ചെയ്യാം കുറച്ച്. എനിക്കിത് ഓൺലൈനിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. നീ എങ്ങനെയാ വാങ്ങിയേ? ഞാൻ ലുലുന്ന് വാങ്ങിയത്. ഓൺലൈനിൽ കിട്ടുമായിരിക്കും. പുതിയതാണ്. എന്റെ ചുണ്ടിൽ അതൊരു റെഡ് കളറായിട്ടാ, പക്ഷെ ഇവളുടെ ചുണ്ടിൽ അതൊരു പിങ്ക് കളറായിട്ടാ. ശരിക്കും പിങ്ക് ആയിരുന്നു. ഇത് കുറച്ചുകൂടെ ഇത് കണ്ടോ? ഞാനിത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തപ്പോ അതിന്റെ കളർ മാറി. തോന്നുന്നുണ്ടോ അങ്ങനെ? ഉണ്ട്. കുറച്ചുകൂടെ പിങ്ക് ആയി. ഗ്ലോസ് പോയി. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ ഇത് ഞാൻ ഇടുകയാണെങ്കിൽ ഇത് ഇട്ടിട്ട് ചുമ്മാ തൂത്ത് കളയണം. അപ്പൊ ഇങ്ങനെ ഇരിക്കും. അപ്പൊ എനിക്ക് ഈ കളർ ഇഷ്ടമായി കുറച്ചും കൂടെ. ഇത് ഞാൻ നല്ലോണം തൂത്തപ്പോ എനിക്ക് വന്നേക്കണത് കണ്ടോ? ഇത് മറ്റേ ലിപ്സ്റ്റിക് ആണോ? ഇങ്ങനെ ഇട്ടിട്ട് തൂത്ത് കളയണ ഒരു ലിപ്സ്റ്റിക് ഇല്ലേ, അതാണോ ഇനി? അങ്ങനെ വല്ലതും പറഞ്ഞു അവര്? ഇത് ഇവിടെ ട്രൈ ചെയ്ത് വാങ്ങിച്ചതായിരുന്നു മാളിന്ന്. അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇത് പോകാൻ നല്ല പാടാ. ഈ മേക്കപ്പ് റിമൂവർ ഇട്ട് ചെയ്തിട്ട് പോലും പാടാ. മേക്കപ്പ് റിമൂവർ അല്ല, നമ്മൾ കോക്കനട്ട് ഓയിൽ ആട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മുടെ മേക്കപ്പ് റിമൂവർ ഇല്ല. നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ട് ആക്ച്വലി ഉണ്ട്, പക്ഷെ നമ്മൾ പറഞ്ഞില്ലേ എടുക്കാൻ മറന്നു. ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് തൂക്കുന്നത്. നമ്മളിപ്പോ തൂത്തിട്ട് പോലും പോണില്ല. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇട്ടാ നല്ലതാ അല്ലേ? ആക്ച്വലി ഇത് പോണില്ല. സോപ്പിട്ട് കഴിയേണ്ട വരുന്ന തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ ഇട്ടപ്പോ പിന്നെ തൂത്തപ്പോ പോയായിരുന്നു. കുറച്ചു നേരം ഇരുന്നോണ്ടാണോ? അല്ല, എനിക്ക് ശരിക്കും ഇട്ട പോലെ തോന്നുന്നുണ്ട്. നിനക്കും തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലിപ്സ്റ്റിക് ഇത്ര അടുപ്പിച്ച് യൂസ് ചെയ്തിട്ട് ചുണ്ടൊക്കെ വേദന തുടങ്ങി. അഹാന അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 24 hours ഉണ്ടെന്ന്. ഞാൻ അഹാനകൃഷ്ണന്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് അത് വാങ്ങിയത്. ഓണസദ്യ കഴിക്കുന്ന ടൈമില് ഇടുന്നുണ്ടായിരുന്നു ഡാർക്ക് റെഡ്. ഞങ്ങളിപ്പോ അത് വെളിച്ചെണ്ണ തേച്ചിട്ട് പോവാത്തോണ്ട് ഞങ്ങൾ രണ്ടുപേരും ഫേസ് വാഷ് ഇട്ട് കഴുകാൻ പോയി. എന്റെ ചുണ്ടി തന്നിട്ട് ഇത് പോയിട്ടില്ല. നിങ്ങൾക്ക് പക്ഷെ വീഡിയോയില് എത്രമാത്രം കാണാൻ പറ്റുന്ന അറിയില്ല. ബട്ട് ആക്ച്വലി നല്ല ലിപ്സ്റ്റിക് ആണ്. ചെറിയൊരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ് അതിന്. ഇപ്പോഴും എൻ്റെ ചുണ്ടിലുണ്ട്, പക്ഷെ കുഴപ്പമില്ല, അത്രയും പോയാൽ മതി. ഇനി നമുക്ക് അടുത്തത് ട്രൈ ചെയ്യാം. ഇനി ഇതിന്റെ കഥ പറയാം. എൻ്റെ കയ്യിൽ ഇങ്ങനെ 3 ലിപ്സ്റ്റിക് ഉണ്ട്. ഇത് മിനി ലിപ്സ്റ്റിക്.
മിനി ലിപ്സ്റ്റിക് അല്ല, ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് മൊത്തം ബ്രൗൺ ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്സ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ന്യൂഡ് ഷെയ്ഡ് വേണം ഓഫീസിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം സ്റ്റുഡിയോയിൽ പോയപ്പോൾ ഇത് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ന്യൂഡാണല്ലോ, അപ്പോൾ ഈ കളർ നോക്കിയിട്ട് കുഴപ്പമില്ല, ചേരുമെന്ന് തോന്നി. ഇതാണ് എൻ്റെ 3 കളർ ഷെയ്ഡ്സ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ന്യൂഡ് പിങ്ക് 01, 02, 03 എന്നാണ് ഇതിനകത്ത് എടുക്കുന്നത്. ഇങ്ങനെ ഇരിക്കും കളേഴ്സ്. ഞാൻ വാങ്ങിയിട്ട് ഇട്ടു, ഓരോന്നായിട്ട് ഇട്ട് നോക്കി. ശോകം എന്ന് പറഞ്ഞാൽ കട്ട ശോകം. അപ്പം ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ മാറ്റി വെച്ചു, ഒറ്റയ്ക്ക് പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ, ഉപയോഗിക്കാറില്ല. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ദിവസം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവളോട് നീ ഇട്ട് നോക്ക്, ചിലപ്പോൾ ഇനി എനിക്ക് ചേരാത്തത് ഇവർക്ക് ചേർന്നെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇവളത് ഇട്ട് നോക്കിയിട്ട് ഉണ്ടായിരുന്നു അവളെ മറ്റേ മഴത്തുള്ളിക്കിളക്കത്തിൽ ഉമ്മ വെച്ചിട്ട് ഇങ്ങനെ അതുപോലെ ഉണ്ടെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പം ഇത് ഈ 3 കളറിൽ ഏറ്റവും ഡാർക്ക് ഷെയ്ഡ്, ഇപ്പം ഇത് ഭയങ്കര ലൈറ്റ്, ഇത് കുറച്ച് പിങ്കിഷ്, ഇത് കുറച്ച് പീച്ച്. അപ്പം അതിൽ ഇതാണ് ഇടാൻ പോകുന്നത്. ഇത് നമുക്ക് ഇട്ട് നോക്കാം. എല്ലാം ഇടുന്നില്ല, കാരണം ഭയങ്കര ഷോകാണ്, നമുക്കറിയാം ഷോകാണ്. എന്നാലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇടാം. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലിപ് പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ളവർ ഇട്ടാൽ കുറച്ച് നല്ലതായിരിക്കും. ഇപ്പം എൻ്റെ ലിപ്സ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കളറില്ലാത്തൊരു ലിപ്പാണ് എൻ്റെ. ഭയങ്കര ഒരു കളറേ ഇല്ല. ഇപ്പം കുറച്ച് ഡാർക്ക് ലിപ്സ് ഉള്ളവർക്ക് ചിലപ്പോൾ ചേരുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. കണ്ടോ, ഈ കളർ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. എനിക്ക് തോന്നി ചിലപ്പോൾ ചേരുമായിരിക്കുന്നു, പക്ഷെ എനിക്ക് ചേർന്നില്ല. മറ്റേ മിറർ എടുത്ത് സീ ഗൈസ്, നേരത്തെ ഉണ്ടായിരുന്ന പിങ്ക് ലിപ്സ് മാറിയിട്ട് വെള്ള ലിപ്സായി. പിടിച്ച കോമഡി എന്താന്ന് വെച്ചാ ഈ ലിപ്സ്റ്റിക്കിന്റെ കളർ ഇതല്ല, ലിപ്സ്റ്റിക്കിന്റെ കളർ ഇതല്ല, കുറച്ച് ഡാർക്കാ. പക്ഷെ നമ്മുടെ ചുണ്ടിലിടുമ്പോ ഇത് ഈ കളറാവും. ബട്ട് സ്റ്റിൽ അതെ, ഇന്നാള് പറഞ്ഞു മഴത്തുള്ളിക്കിളക്കത്തിലെ കൊച്ചിങ്ങനെ ശരിയാട്ടോ. ശരിക്കും അതുപോലെ ചുണ്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് എന്തായി, എനിക്ക് ആർക്ക് ചെയ്തത് എനിക്ക് തോന്നാനുള്ള. പക്ഷെ കുറച്ച് അടുത്ത് നമ്മൾ വേറെ കുറച്ചുകൂടി ലിപ് പിഗ്മെന്റേഷൻ ഉള്ള ഒരാളെയും കൂടെ കൂട്ടിയിട്ട് ഇതിന്റെ റിവ്യൂ ചെയ്യാം. അപ്പം നമുക്ക് അവർക്ക് ചിലപ്പോൾ ചേരുമോ എന്നൊക്കെ പറയാൻ പറ്റും. ഇതാണ് ആക്ച്വലി ഇതിന്റെ. ഇങ്ങനെ ഫോട്ടോ എടുക്കാം. ചേച്ചിക്ക് പിന്നെയും കുഴപ്പമില്ല. അതെന്താന്നറിയോ, നിന്റെ ലിപ്സ് ഭയങ്കര വലുതല്ലേ, അപ്പൊ അത് ഭയങ്കര എടുത്ത് കാണിക്കുന്നുണ്ട്. നല്ല ലിപ്സ്റ്റിക് ഇടുമ്പോൾ നല്ലോണം കാണിക്കും, ചെയ്ത ലിപ്സ്റ്റിക് ഭയങ്കരമായിട്ട് കാണിക്കും. എന്റെ ലിപ്സ് കുഞ്ഞതായതാണ്. ഇത്ര നാളെ വിചാരിച്ചാൽ എനിക്ക് ഭയങ്കര ബോറാണ്, പക്ഷെ ഇവളുടെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമുണ്ട്. ഇതിപ്പോ ആ ടോപ്പും ഏകദേശം മാച്ച് കൊള്ളില്ല. ഞാൻ ഫോട്ടോ എടുക്കാം. പെട്ടെന്ന് തന്നെ ഉണങ്ങി പിടിച്ചത് അല്ലേ, മാറ്റാണ്. എനിക്ക് നിന്റെ ഷുഗർ ലിപ്സ്റ്റിക്ക് അവസാനം അത് തൂത്തറേ ഞാൻ ലൈറ്റ് ആയിട്ട് ഇടണോ, കുഴപ്പമില്ല. ഓക്കെ, സെറ്റ്. ആക്ച്വലി നമ്മൾ ട്രൈ ചെയ്തത് എത്രയാണ്, ഇനിയുണ്ട്, ചേച്ചിയിലുണ്ട്. ഇത് മറ്റേ ഫേസസ് കാനഡ, മെബ്ലൈൻ, പിന്നെ സൂപ്പർ സ്റ്റേ, പിന്നെ ലാക്മേ. ഇത്ര ലിപ്സ്റ്റിക്കാണ് നമ്മൾ ആക്ച്വലി ചെയ്തത്. ഇവിടെ ആ 3 ഉള്ളൂ. ഇങ്ങനെ പിടിക്കും. ഈ ലിപ്സ്റ്റിക്സ് ആണ് നമ്മൾ ട്രൈ ചെയ്തത്. വിനൈലിങ്കിന്റെ 2 ഷെയ്ഡ്, ഫേസസ് കാനഡ, പിന്നെ ഷുഗറിന്റെ വെറ്റ് ആൻഡ് വൈൽഡ്, പിന്നെ മാസ്, പിന്നെ ലാക്മേ ഒരു കുഞ്ഞിതുണ്ട് ലാക്മേ. ഇത്രയാണ് നമ്മൾ ട്രൈ ചെയ്തത്. അപ്പൊ അതിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസിന്റെ സൂപ്പർ സ്റ്റേ, ഫേസസ് കാനഡ, പിന്നെ ഈ ലാക്മേയുടെ ഈ 3 ലിപ്സ്റ്റിക്സ് ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഈ ലിപ്സ്റ്റിക്കിന്റെ തന്നെ കളർ നിങ്ങൾക്ക് കാണാം. ഈ ഫേസസ് കാനഡയുടെ ഏകദേശം ആ ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ്. അപ്പോൾ നമ്മുടെ ഫേസിലിടുമ്പോൾ ഭയങ്കര ഡാർക്കാണ്. അപ്പോൾ ഫേസ് കുറച്ച് ബ്രൈറ്റ് ആവും. ഈ ലിപ്സ്റ്റിക്ക് കുറച്ച് ഡാർക്ക് കളറാണ്. അപ്പോൾ നമ്മൾ ഫേസിലിടുമ്പോൾ ഫേസ് കുറച്ച് ബ്രൈറ്റ് ആവും. ഞാൻ ബ്രൗൺ സ്കിൻ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം കേട്ടോ, ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങനെയാണ് ഫീൽ ചെയ്തത്. നല്ലതാണ്. പിന്നെ അത്യാവശ്യം സ്റ്റേയിങ് ആണ്, പക്ഷെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ പോകും. ഇതിൻ്റെ കാര്യം എനിക്കറിയില്ല, പക്ഷെ ഇത് രണ്ടും ഞാൻ ഓഫീസിൽ ഇടുന്നതാണ്.
ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വരുമ്പോൾ പോകാറുണ്ട്. ഞാൻ ഒന്നുകൂടെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. ഇനി ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ലിപ്സ്റ്റിക്കാണ്. കംപ്ലീറ്റ്ലി ന്യൂഡാണ്, പക്ഷേ എൻ്റെ ഫേവറേറ്റ് ന്യൂഡാണ്. ഞാൻ ന്യൂഡ് അന്വേഷിച്ച് നടന്നിട്ട് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മുന്നേ സ്റ്റുഡിയോടെ കണ്ടില്ലേ, അതുപോലത്തെ ഒരു എഫക്റ്റിലാണ് എപ്പോഴും വരാറ്. പക്ഷേ ഇത് ഇട്ടപ്പോൾ മാത്രം നല്ല കറക്റ്റായിട്ടുള്ള ഷെയ്ഡ്, എനിക്ക് മാച്ചിങ് ഷെയ്ഡായിട്ട് തോന്നി. പിന്നെ ഭയങ്കര ലാസ്റ്റിങ്ങുമാണ്, ഫുഡ് കഴിക്കുമ്പോഴൊന്നും അങ്ങനെ പോകുന്നില്ല. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ന്യൂഡ്. പിന്നെ മേബിലിൻ്റെ ഈ വിനൈൽ ഇങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനം, വൈനൈൽ ഇങ്കോ അങ്ങനെ എന്തോ പറയണമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എക്സ്ട്രീം ലിപ്പിയും രണ്ടും ഒരു പിങ്കിഷ് ടോൺ. ഒരെണ്ണം പീച്ചി ടോണാണ്, പീച്ചി. ഇത് കുറച്ച് പീച്ചിയും ഇത് കുറച്ച് ഡാർക്ക്. ശരിക്കും ബ്രൗൺ ടൈപ്പ് ആയിരുന്നു എല്ലാവരും ഇടുന്ന സമയത്ത്, പക്ഷെ ഞങ്ങൾ സ്കിൻ ടോൺ ശരിയാ. നമ്മൾ വീഡിയോയിൽ കണ്ടപ്പോൾ കുറച്ച് ബ്രൗൺ ആയിരുന്നു, പക്ഷെ നമ്മൾ രണ്ടും ഇട്ടപ്പോൾ നമുക്കൊരു പീച്ചി കളറാണ് തോന്നിയത്. എനിക്ക് രണ്ടും പീച്ചി ആയിട്ട് തോന്നി, പക്ഷെ വ്യത്യാസമുണ്ട്, വേരിയേഷൻ ഉണ്ട്, പക്ഷെ എന്നാലും പീച്ചിയാണ്. പിന്നെ പറയാതെ വയ്യ, എനിക്ക് തോന്നുന്നു താരം ഓഫ് ടുഡേസ് എപ്പിസോഡ് എന്ന് പറയുന്നത് ഷുഗറാണ്. ഇത് ഇവള് പുതുതായിട്ട് വാങ്ങിച്ചതാ, ഏതോ ഒരു വീഡിയോയിൽ കണ്ടിട്ട് ലുലുമാളിൽ പോയി ട്രൈ ചെയ്തു. ഇതിന്റെ ഷെയ്ഡ് ഫ്രഞ്ച് ഫുഷിയ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ലിപ്പ് ഓയിൽ എഴുതേക്കണേ, പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സ്റ്റേ. അതായത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു പിങ്കിഷ് ഷെയ്ഡാണ്, രണ്ടുപേർക്കും പിങ്കിഷ് ഷെയ്ഡാണ്. പക്ഷെ വീഡിയോയിൽ എനിക്ക് കുറച്ച് റെഡ് ടിൻ്റായിട്ടാണ് കണ്ടത്. പക്ഷെ ഞാനൊരു വൈറ്റ് ലൈറ്റിന്റെ താഴെ പോയപ്പോൾ ഭയങ്കര പിങ്കായിരുന്നു. ഞാനത് ഇട്ടു, എന്നിട്ട് ഒന്ന് തൂത്ത് കളഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ നല്ല ഷെയ്ഡ്, ഗ്ലോസ് പോയി കഴിഞ്ഞപ്പോൾ നല്ല പിങ്ക് ഷെയ്ഡ്, നല്ല അടിപൊളി പിങ്ക്. എന്നിട്ട് നമ്മളിത് കോക്കനട്ട് ഈ വെളിച്ചെണ്ണ വെച്ചിട്ട് തൂത്തു, അത് പോയില്ല. വെച്ച് പോകുമായിരിക്കും അല്ലെ, കുറച്ചുകൂടെ പോവായിരിക്കും. പിന്നെ നമ്മൾ ബാത്റൂമിൽ പോയിട്ട് നമ്മുടെ ഫേസ് വാഷ് ഇട്ട് നല്ലോണം കഴുകി, എന്നിട്ടും പോയില്ല. അപ്പൊ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഇത് ട്രൈ ചെയ്യാം. ഇപ്പം ഒരു കല്യാണത്തിനൊക്കെ പോവുകയാണെങ്കിൽ നല്ലോണം ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തിട്ട് ഒരു പിങ്ക് കളർ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. ഫുഡ് കഴിച്ചാൽ ഒന്നും പോവില്ല. അപ്പം നല്ലതാ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലതാ. എനിക്ക് കല്യാണത്തിൽ പുറത്തൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെ എപ്പോഴും ടച്ചപ്പ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നല്ലതാണ്. ആക്ച്വലി റേറ്റ് ഏകദേശം ഓക്കെ. അപ്പോൾ ഇനി നീ പറ, നിനക്ക് ഇഷ്ടപ്പെട്ട നിന്റെ പിക്ക് പറ. ഇതിലിട്ടോ. ആക്ച്വലി ഇത് എനിക്കിഷ്ടമായി. സൂപ്പർ സ്റ്റേ. ഇത് ഓഫ് കോഴ്സ് അങ്ങനെയല്ല, ഞാൻ ചോദിക്കാം. ഇപ്പൊ നിനക്ക് എല്ലാ ദിവസവും ഓഫീസിൽ പോകുമ്പോൾ ഇടാനായിട്ട്, ഒരു കല്യാണത്തിന് പോകുമ്പോൾ നീ ട്രൈ ഔട്ട് ചെയ്യുന്ന ഏത് കളറാണ്? ഓക്കെ, ഞാനും അങ്ങനെ തന്നെയാണ്. പിന്നെ അല്ലെങ്കിൽ ചുമ്മാ ഒരു പാർട്ടിക്കൊക്കെ പോകും, ചുമ്മാ നമ്മൾ പുറത്ത് ജസ്റ്റ് ഒന്ന് കാഷ്വലായിട്ട് പുറത്ത് പോകണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം, ഇതും ട്രൈ ചെയ്യാം. ഞാൻ ഇതാണ് ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ ട്രൈ ചെയ്യാറുള്ളത്. ഞാൻ പറയാം, കല്യാണത്തിനൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്തത് എപ്പോഴും ടച്ചപ്പ് ചെയ്യേണ്ടാത്തൊരു ഇതാണ്. കാരണം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട്, കണ്ണാടി ഒന്നും ഇപ്പൊ എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യും. പിന്നെ എനിക്ക് ഇതും ഇഷ്ടം, ഈ കളർ എനിക്ക് ഇഷ്ടം. കാരണം ഇത് ഇടുമ്പോൾ ഫേസ് നല്ല ബ്രൈറ്റ് ആവും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ടച്ചപ്പ് ചെയ്യണം, പെട്ടെന്ന് പോകും. പ്രത്യേകിച്ച് എൻ്റെ ലിപ്സിൽ നിന്ന് പെട്ടെന്ന് പോകണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. എല്ലാ ദിവസവും ഓഫീസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് പുറത്തൊക്കെ പോകുമ്പോൾ എൻ്റെ ഇപ്പോഴത്തെ കറന്റ് ഫേവറേറ്റ് ഈ ന്യൂഡ് ലിപ്സ്റ്റിക് ആണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഹോപ്പ് യു ലൈക്ഡ് ഇറ്റ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ എല്ലാ ലിപ്സ്റ്റിക്കിന്റെ ഫോട്ടോസും അതിൽ നമ്മൾ ട്രൈ ഔട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഫോട്ടോസും ഇതിന് നമ്മൾ വാങ്ങിച്ച റേറ്റ്സും ഏകദേശം ഒരു റേറ്റും ഞാൻ പറയാം, വീഡിയോയിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ ലിപ്സ്റ്റിക് റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, കമൻറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ലിപ്സ്റ്റിക് ആണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ചും കൂടെ നല്ല ലിപ്സ്റ്റിക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് സജസ്റ്റും ചെയ്യാം. അപ്പോൾ നമ്മൾ അത് വാങ്ങിച്ചിട്ട് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ടൈം നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാരെയും കൊണ്ട് വരാം. അപ്പം കുറച്ച് പെട്ടെന്ന് ഇട്ട് കാണിക്കാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വീഡിയോയിൽ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് രണ്ടുപേർക്കും ഓൾമോസ്റ്റ് സെയിം സ്കിൻ ടോൺ ആണ്. പിന്നെ ലിപ്സിൽ വ്യത്യാസമുണ്ട്. എൻ്റെ ലിപ്പ് കുറച്ചും കൂടെ പിഗ്മെന്റേഷൻ കുറവാണ്. നിന്റെ കുറച്ചും കൂടെ കളർ ഉണ്ട്. ഇവളുടെ ലിപ്സിന് കുറച്ചുകൂടെ ഡാർക്ക് കളറാണ്. എൻ്റെ ലിപ്സിന് കളറേ ഇല്ല, അനീമിക് ആയതുകൊണ്ട് കളറേ ഇല്ല. അപ്പം അതിൻ്റെ ഡിഫറൻസ് ആണ് നിങ്ങൾ ലിപ്സിൽ കണ്ടത്. അപ്പോൾ കുറച്ചും കൂടെ ഡിഫറെൻറ്റ് സ്കിൻ ടോൺസ് ഉള്ള നമ്മുടെ കുറേ കസിൻസ് ഉണ്ട്, അവരെ വിളിച്ചിട്ട് വരാം. അപ്പോൾ ദെൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിച്ചിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ നിന്ന് ട്രൈ ഔട്ട് ചെയ്യുക. ഓക്കെ, ബൈ.